അങ്ങനെ സഹസ്രനാമം നമ്മൾ ഓണാക്കി ഏതെങ്കിലും നല്ലൊരു സഹസ്രനാമം എത്രയോ പേരുടെ ഉണ്ട് അല്ലേ? അധികമൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഹപ്താവ് മുഴുവൻ കേൾക്കാൻ ആരോടും പറയുന്നില്ല. 15 മിനിറ്റ് മതി. വിഷ്ണു സഹസ്രനാമം കേൾക്കാൻ 15 മിനിറ്റ് മതി. ഇനി 15 മിനിറ്റ് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ആ അടുക്കളയിലാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ഇരിക്കണം മുഴുവൻ. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് എനർജി ഇരിക്കുന്നത് അടുക്കളയാണ് അല്ലേ? അവിടെയാണ് സ്ത്രീകൾ പെരുമാറുന്നത്. അപ്പോൾ അവിടെ നേരെയായാൽ ബാക്കിയൊക്കെ നേരെയാവും. അപ്പോൾ രാവിലെയും വൈകിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുള്ളൂ. ഒന്നും 5 പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. രാവിലെ എണീറ്റും നമ്മൾ കുളി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി നമുക്ക് നടക്കാം. അതവിടെ നിന്ന് ജപിച്ചോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ ചില വരികളൊക്കെ നമുക്ക് ചെല്ലാറാവും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം ഈ ആൻറ്റിബയോട്ടിക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനൊന്ന് നേരാക്കി എടുത്താൽ മതി. അത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നാമം ജപിക്കുന്നത്. കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല. നേരത്തെ കുട്ടികൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നാമം ജപമില്ല. ഈ സപ്താഹത്തിന് നമ്മൾ വന്നാൽ കുറച്ച് നേരം നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നതല്ലാണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ 7 ദിവസങ്ങളിൽ ഭഗവാന്റെ കഥകൾ കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള പാപങ്ങൾ തീരുന്നവല്ലേ? ജന്മാന്തര പാപങ്ങൾ തീരും. അത് കേൾക്കാനുള്ള ഒരവസരം നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇതിനൊന്നും നിങ്ങൾക്ക് ആർക്കും പൈസ ചിലവില്ല. എല്ലാവരും ഇവിടെ ഒന്നും ഇരുന്നാൽ മതി അല്ലേ? ഉച്ചയ്ക്ക് ഊണുണ്ട്, കാപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിലെ കാര്യങ്ങളേ ചിന്തിക്കണ്ട. അപ്പം നാളെ മുതൽ ഈ ഭാഗവതത്തിൻ്റെ ഭഗവാന്റെ മധുരമധുരമായ ലീലകൾ, എത്രയോ ലീലകളാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭഗവാന്റെ കഥകളേ ഉള്ളൂ. ഭാഗവതം എന്നാൽ മഹാദേവൻ വരെ ഇത് കേൾക്കാൻ ഇങ്ങനെ ചെവി ഓർത്തിരിക്കുക. നാളെ മുതൽ കേൾക്കാനായിട്ടേ ഏത് ക്ഷേത്രത്തിലും നടത്തുന്ന ഒരേ ഒരു യജ്ഞം ഭാഗവത ഭക്ത സപ്താഹ യജ്ഞം. അല്ലെ, ഭഗവാന്റെ നാമം കേൾക്കാൻ എല്ലാ ദേവന്മാരും കാത്തിരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്കിവിടെയും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതെല്ലാവരും വിനിയോഗിക്കുക. ആ നാമം ജപം, ആൻറ്റിബയോട്ടിക് ഇന്ന് തന്നെ നിങ്ങൾ കഴിച്ചു തുടങ്ങുക കേട്ടോ. മറ്റേ ആൻറ്റിബയോട്ടിക്കൊക്കെ മാറ്റേണ്ടി വരും. നമുക്ക് വേണ്ടാന്ന് വയ്ക്കേണ്ടി വരും. അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്? ഏത് ആൻറ്റിബയോട്ടിക്കാണ് നിങ്ങൾക്ക് വേണ്ടത്? ഡോക്ടർ എഴുതി തരുന്ന ആൻറ്റിബയോട്ടിക് ആണോ വേണ്ടേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണോ വേണ്ടേ? എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വളരെ ഭംഗിയായി നടക്കുവാൻ മഹാദേവനും നമ്മുടെ കാരുണ്യമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണ 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 നാരായണ.